ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസഫിന് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യയായ ബിൽഹയുടെയും ശില്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്നു പറഞ്ഞു. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി തന്നെ അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവൻ അവരെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടു. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്നു പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്കു നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ ഈ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്നു പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു.